ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ചെറിയ വ്ളോഗ് ചെയ്യുകയാണേ. നമ്മൾ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടാളും എയർപോർട്ടിലായിട്ടോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പല പല ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് വളരെ കുറവാണ്. കാരണം ടൈം രണ്ടുപേർക്കും രണ്ട് ടൈം കൊണ്ട് കിട്ടൽ കുറവാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകട്ടെ, നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകും അങ്ങനെ. അപ്പോൾ ഇന്നാണെങ്കിൽ ശരിക്കും ഇന്ന് ഞാൻ ഓഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിചാരിച്ചു, ഇന്ന് ചേട്ടനും കുറച്ച് നേരം ഫ്രീ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് നമ്മുടെ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടുപേരുടെ വീട്ടിൽ പോകാനുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ആ പോകുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീട് എത്താറായി കേട്ടോ. നമുക്ക് ഞങ്ങൾ രണ്ടാളും വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്, മാങ്ങയുണ്ടോ ചക്കയുണ്ടോ മറ്റേ പേരയ്ക്കുണ്ടോ അതൊക്കെ നോക്കി നടക്കലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പം നമ്മൾ ചെന്ന വഴിക്ക് തന്നെ ഈ വീട്ടിൽ നിറയെ പേരയ്ക്കുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പേരയ്ക്ക, പിന്നെ മാങ്ങയുണ്ട്. ചെന്ന വഴിക്ക് തന്നെ എനിക്ക് മാങ്ങ കിട്ടി. അപ്പം തന്നെ ഞാൻ എടുത്ത് അത് വേഗം തന്നെ പറിച്ചിട്ട് തൊട്ടപ്പം തന്നെ താഴത്തേക്ക് വീണു കേട്ടോ. അത് ഞാൻ എടുത്തു. അതിന് തൊലിക്ക് നല്ല കട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ മാങ്ങയൊക്കെ അപ്പം തന്നെ നിന്നത് പറിച്ചു. നമ്മൾ വീട്ടുകാരെ ഒന്നും കണ്ടില്ല കേട്ടോ. ചെന്ന വഴിക്കാൻ തന്നെ മാവിൻ്റെ അടുത്തേക്കാണ് പോയേ. വേഗം തന്നെ നിന്ന് മാങ്ങ എടുത്തു. അത് അപ്പം തന്നെ മാങ്ങ കഴിച്ചു നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ്റെ തൊട്ടപ്പുറത്ത് പേരയ്ക്കുണ്ട്. മഞ്ഞ കളറിലെ പേരയ്ക്ക, പക്ഷെ വലിയ പേരയ്ക്ക. എന്നിട്ട് മഞ്ഞ കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട് മഞ്ഞയാണ്, ഉള്ളിലും വെള്ള കളറാണ്. എന്നിട്ട് അങ്ങനെ പേരയ്ക്ക ഉണ്ടായിരുന്നു. അങ്ങനെ പേരയ്ക്ക പറിച്ചു. അങ്ങനെ ഞങ്ങൾ പേരയ്ക്കയും മാങ്ങയൊക്കെ കൂടെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറി നമുക്ക് ചായയൊക്കെ തന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് കേട്ടോ അവിടെ ഒരാളുണ്ട്. അപ്പോൾ ആൾ വേഗം വന്ന് കസേരയിൽ കയറി ഇരുന്നു കേട്ടോ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം. പക്ഷെ ആൾക്ക് ഫുഡൊന്നും വേണ്ട, നമ്മൾ കൊടുക്കുന്നതൊന്നും വേണ്ട, കഴിക്കണില്ല. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. നല്ല പുലിക്കുട്ടീനെ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അതിനെയും കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട്ടിൽ നമ്മൾ വന്നു, നമ്മുടെ ടാർഗറ്റ് അച്ചീവായി. ഇനി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വീട് അടുത്തടുത്തായിട്ടാണ്. അപ്പോൾ രണ്ട് ചേട്ടന്മാരുടെ വീട് അടുത്തടുത്താണ്. അപ്പോൾ പിന്നെ അപ്പുറത്തേക്ക് പോകണമായിരുന്നു. അത് അടുത്തെന്ന് വെച്ചാൽ അത്ര അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തു. അവിടുന്ന് കുറച്ച് പേരയ്ക്ക മാങ്ങയൊക്കെ കിട്ടി കേട്ടോ. അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോയി കേട്ടോ. അടുത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. 10 നമ്മളിനി തിരിച്ച് വീട്ടിലെത്തുള്ളൂ. അപ്പോൾ നമ്മളത് കണക്കാക്കിയിട്ടാണ് വന്നതും. എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ചാക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അതും കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ആയിട്ടാണ് വന്നത് തന്നെ. ഞാൻ ആ ചാക്ക് കൊണ്ടുവന്ന് എൻ്റെ ഉദ്ദേശം കണ്ടില്ലേ, ഇതാണ് കേട്ടോ. അത് മരത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിൻ്റെ പൊടി കുറച്ച് എനിക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാക്കൊക്കെ തയ്യാറാക്കിയാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി അകത്തെല്ലാവരും നല്ല തിരക്കില്ല, സിനിമയൊക്കെ കാണലും ചക്ക നന്നാക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി കേട്ടോ. അവരവിടെ ഫ്രണ്ടിൽ TV ഒക്കെ കാണുമായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ചേച്ചി ചക്കയൊക്കെ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ചെന്ന് ഹെൽപ്പ് ചെയ്തു, ചക്കയൊക്കെ നന്നാക്കിയൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മഴ പെയ്തു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇനിയിപ്പോൾ ചക്കയൊക്കെ വേവിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ നിർബന്ധം പിടിക്കാനൊന്നും പോയില്ല, നമുക്ക് വേണ്ട അങ്ങനെയൊന്നും പറയാൻ പോയില്ല കേട്ടോ. കിട്ടിയതട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ചക്കയൊക്കെ ചേട്ടന് ഭയങ്കര തിരക്കായിരുന്നു പോകാനായിട്ട്. പക്ഷെ ഞാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു ഇതിന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് അതൊക്കെ നന്നാക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇത് ശരിക്കും ചക്ക നമ്മുടെ ഇവിടെ അങ്കമാലിലൊക്കെ തോരൻ അങ്ങനത്തെ സാധനത്തിനൊക്കെ പറയുന്നത് ഒലത്തി എന്നാണ് പറയുക കേട്ടോ. ഒലത്തുണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ മെഴുക്ക് പുരട്ടി അതുപോലൊക്കെയുള്ള സാധനത്തിനൊക്കെ ഇവിടെ ഒലത്തെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ചക്ക മെഴുക്ക് പുരട്ടി എന്ന് പറയുമോ? ഇല്ല, നമ്മൾ ചക്ക ഇങ്ങനെ ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ടിട്ട് എണ്ണയ്ക്കകത്ത് ഇത് ചക്ക വേവിച്ചിട്ട് ഉള്ളിയും മുളകൊക്കെ ഇട്ട് അങ്ങനെ എടുക്കണ ഒരു സംഭവമാണ് കേട്ടോ ഇത്. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ചക്ക വേവിക്കുക എന്നാണ് പറയുക. അത് കുഴച്ച് വെക്കും തേങ്ങയൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നമ്മൾ മീൻ കറിയൊക്കെ കൂട്ടി നല്ല കഴിക്കുക. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ഇവർ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇവിടെ വന്നിട്ട് എനിക്കിഷ്ടമായതാണ്, കഴിച്ച് അങ്ങനെ ഇഷ്ടമായതാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു കേട്ടോ. ചേച്ചിക്ക് കുറേ പൂച്ചകളുണ്ട്. കുറേയില്ല, ഒരു 2, 3, 4 പൂച്ചകളുണ്ട്. വെള്ള കളറിലെ പൂച്ചയാണ് കേട്ടോ. എനിക്ക് ഈ പൂച്ചേനെയും പട്ടിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണത്തിന് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ മറ്റേ ടേബിളിൻ്റെ അടിയിലായിട്ട്
ആ പൂച്ച അവിടെ ഇരിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാനും ചേച്ചീനെ കുറച്ച് നേരം ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടോ. ചായ ഉണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ മുട്ടക്കറിയോ അതിൻ്റെ എന്തോ ഗ്രേവി ഉണ്ടായിരുന്നു, അതും ആ ചക്ക വേവിച്ചതും ചായയൊക്കെ കുട്ടി ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങി അവിടുന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്